എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മസൂർ ദാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ചുവന്ന പരിപ്പ്. ഇത് നന്നായിട്ട് കഴുകി 1 കപ്പ് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെള്ളം കൂടുതൽ വേണമെങ്കിൽ അത് പിന്നീട് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേകുന്ന സമയമാകുമ്പോഴേക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, 3/4 ടീസ്പൂൺ ജീരകം, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് അരപ്പിലേക്ക് വേണ്ടത്. അരയ്ക്കാനുള്ള ചേരുവകളെല്ലാം മിക്സിയിലേക്കിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്തത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് റെഡിയായി വരുമ്പോഴേക്ക് പരിപ്പ് വെന്ത കുക്കറിലെ പ്രഷറൊക്കെ മാറി വന്നിട്ടുണ്ടാവും. ഇതിലേക്കിനി ഈ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്ര വെള്ളം വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഈ അരപ്പൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം തന്നെ നമുക്ക് കടുകും പൊട്ടിക്കാം. കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഉണ്ടാക്കാൻ അറിയാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.